ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവിൻ്റെ വലിയ കൃപയാൽ കഴിഞ്ഞ ഏതാനും പ്രാവശ്യമായി നാം ചിന്തിച്ചു വന്നിരുന്ന ഒരു വിഷയം ശുദ്ധ ഹൃദയം എന്നുള്ളതായിരുന്നു. ഒരു ശുദ്ധമായ ഹൃദയം നാം പഠിച്ചു, നാം കണ്ടു. നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ശുദ്ധ ഹൃദയം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. ദൈവസ്നേഹം ഒരു മനുഷ്യനിൽ ഉളവാകണമെങ്കിൽ, ദൈവസ്നേഹം അനുഭവിക്കണമെങ്കിൽ ഒരു നല്ല മനസാക്ഷി വേണം. തിരുവചനം ആത്മാർത്ഥതയോടെ കൈക്കൊള്ളുവാനും അനുസരിക്കുവാനുമുള്ള ഒരു മനസ്സ്, നല്ല മനസാക്ഷി. ശുദ്ധ ഹൃദയം, ഒരു നിർമ്മലമായ ഒരു ഹൃദയം, ഒരു തകർന്ന ഹൃദയം, ഒരു നിർവ്യാജമായ വിശ്വാസം, മറ്റൊന്നിനാലും വശീകരിക്കപ്പെടാത്ത, ആകർഷിക്കപ്പെടാത്ത, പതറിപ്പോകാത്തതായ ഒരു നിർവ്യാജ വിശ്വാസം. ഇതുണ്ടെങ്കിൽ, ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മിൽ ദൈവസ്നേഹം ഉളവാകും. ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. നാം ചിന്തിച്ചു വന്നത് ശുദ്ധ ഹൃദയം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു പരിശുദ്ധമായ ഹൃദയം, ഒരു ശുദ്ധമായ ഹൃദയം അതെങ്ങനെ ഒരു മനുഷ്യനിൽ ഉളവാകും? അതിന് ഒന്നാമത് വേണ്ടത്, അത് ഒരു തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയമായിരിക്കണം. പാപബോധമുള്ള ഹൃദയമായിരിക്കണം. അനുതാപമുള്ള ഹൃദയമായിരിക്കണം. കണ്ണുനീർ പൊഴിക്കുന്നതായ ഒരു ഹൃദയമായിരിക്കണം ഒരു ശുദ്ധ ഹൃദയം. രണ്ടാമത്തെ കാര്യം, ആ ഹൃദയം ഒരു നന്ദിയുള്ള ഹൃദയമായിരിക്കണം. ദൈവത്തോട് നന്ദി, കർത്താവായ യേശുക്രിസ്തുവിനോട് ഹൃദയം നിറഞ്ഞതായ നന്ദി. എന്താണ് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്? കർത്താവിൻ്റെ ആ ജീവകരമായ രക്ഷാദൗത്യം അത് എനിക്ക് വേണ്ടി ആയിരുന്നു. എന്നെ നിത്യതയിൽ കർത്താവിനോട് കൂടെ ഇരുത്തുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കുവാൻ, അവൻ്റെ സ്വന്തം മകനാക്കുവാൻ, മകളാക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുമ്പോൾ, ആ ക്രൂസിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം അത് നന്ദി കൊണ്ട് നിറയും. അതൊരു സ്വർഗീയമായ സ്തുതിയായി നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങും. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് പുറപ്പെടുന്നതായ സ്വർഗീയ സ്തുതി, ഹല്ലേലൂയ കീർത്തനങ്ങളായിട്ടത് പുറത്തു വരും. അത് ഒരു നന്ദിയുള്ള ഹൃദയമാണ്. ഈ നന്ദിയുള്ള ഹൃദയം വരുന്നത് എപ്പോഴാണ്? നാം നിത്യജീവനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടുമ്പോൾ, നിത്യജീവൻ നമ്മുടെ പരമമായ ലക്ഷ്യമാകുമ്പോൾ, നിത്യജീവൻ അതിന് നാം സുപ്രീം പ്രയോറിറ്റി കൊടുക്കുമ്പോൾ, ഏറ്റവും മുന്തിയ മുൻഗണന, പരിഗണന ഒരു ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ, മരണാനന്തരം ഈ ലോകം വിട്ട് കടന്നു പോയതിനു ശേഷം നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെയുള്ളതായ വാസം, ആ സ്വർഗീയമായ വാസം നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യവും സ്വപ്നവുമായിരിക്കണം. അങ്ങനെ ഒരു പരമപ്രധാനമായ ലക്ഷ്യം നമുക്ക് വേണം. ഒരു ഗോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. ഈ ലോകത്തൊന്നും നമ്മെ തോൽപ്പിക്കാൻ കഴിയാത്തതായ, ഒന്നിനും നമ്മെ തോൽപ്പിക്കാൻ കഴിയാത്തതായ ഒരു ലക്ഷ്യബോധം, പരമപ്രധാനമായ ഒരു ലക്ഷ്യം, ഒരു ഗോൾ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ആ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം നമുക്ക് കൈവന്നാൽ പിന്നെ നാം അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ. നാം കഴിഞ്ഞ പ്രാവശ്യം അത് കണ്ടതാണ്. പരമപ്രധാനമായ ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എന്താണ്? പ്രിയപ്പെട്ടവർ, നാം അത് പരിഗണിക്കണം, ചിന്തിച്ച് നോക്കണം, ആത്മാർത്ഥമായിട്ടും ചിന്തിച്ച് നോക്കണം. നാം എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നവരല്ലേ. നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ, ഓരോ കുടുംബമുണ്ട്, മക്കളുണ്ട്, തൊഴിലുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സുണ്ട്. ലോകത്തിലെ ആ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറയും, ആ സാധാരണ ലോകത്തിൻ്റെ ജീവിതഗതി, അതെല്ലാം നമുക്കെല്ലാവർക്കും ഉണ്ട്.
പക്ഷേ അതിൽ മാത്രം കണ്ണു നട്ടുകൊണ്ട് അതുമാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അതിലെ ഉയർച്ചയും അതിൻ്റെ പരമപ്രധാനമായ ആ നേട്ടങ്ങളും മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലൊരു ശുദ്ധ ഹൃദയം നമുക്കുണ്ടാകുകയില്ല. ഹൃദയം ശുദ്ധമാണെന്ന് പറയാനൊക്കെയില്ല. ആ ഹൃദയത്തിലെ ലക്ഷ്യം മാറിപ്പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ നിത്യജീവൻ ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു, എന്നെ അവൻ്റെ മകനാക്കി മകളാക്കി. ആ നന്ദി നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. സ്വർഗരാജ്യം നമ്മുടെ സ്വപ്നമായി മാറുന്നു. സ്വർഗം നമ്മുടെ ലക്ഷ്യമായി മാറുന്നു. അപ്പോൾ ഹൃദയം ഒരു പുതിയ ഹൃദയത്തിൻ്റെ ആരംഭമാണ്. അവിടെ ഒരു മാനസാന്തരം അവിടെ തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു മാനസാന്തര ജീവിതം, ഒരു കേവല മാനസാന്തരം വന്നു, ശരി, പാപത്തോട് യാത്ര പറഞ്ഞു, ലോകത്തിൻ്റെ അഴുക്കുകളോട് യാത്ര പറഞ്ഞു, നമ്മുടെ പ്രകടമായ പാപങ്ങളോടെല്ലാം നാം യാത്ര പറഞ്ഞു. എന്നിട്ട് കർത്താവായ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നാം സ്വീകരിച്ചു. ക്രൂസിൽ മരിച്ച എൻ്റെ രക്ഷകനെ, എൻ്റെ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അത് ഒരു രക്ഷയുടെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷ എന്ന് പറയുന്നത് അവിടെ ആരംഭിക്കുകയാണ്. ക്രിസ്തു ഹൃദയത്തിലേക്ക് വരികയാണ്. രക്ഷകൻ ഹൃദയത്തിലേക്ക് വരികയാണ്. ഹൃദയം രക്ഷകന് വേണ്ടി തുറന്നു കൊടുത്തു. അന്നു മുതൽ പുതിയ ജീവിതമാണ്, ഒരു മാനസാന്തരം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വീണ്ടെടുപ്പ്, യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് അവിശ്വാസം മൂലം നാം വായിക്കാറുണ്ടല്ലോ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പൗലോസ്ലീഹ പറയും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ വിശ്വസിച്ചു, യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിച്ചു, യേശുവിനെ എൻ്റെ കർത്താവേയും രക്ഷിതാവുമായി ഞാൻ അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അത് നാം അനുഭവിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ ആ ആത്മീയ ജീവിതം ആരംഭിക്കുന്നതേയുള്ളൂ. ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണത്. പിന്നീട് അങ്ങോട്ടാണ് നമ്മുടെ വ്യക്തമായ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം ആരംഭിക്കുന്നത്. അപ്പോഴാണ് പോരാട്ടം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിലൊരു പോരാട്ടം, ഭൗതികമായ കാര്യങ്ങളല്ല, ആത്മീയ ജീവിതത്തിലൊരു പോരാട്ടം. ദൈവവചനത്തിൽ പറയും, അത് ഒരു റോമർ ലേഖനം അതിൻ്റെ 6, 7, 8 അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലുള്ളതായ 3 പ്രധാന സവിശേഷതകൾ നമുക്ക് കാണാൻ പറ്റും. റോമർ ലേഖനം 6-ാം അധ്യായം പ്രതിപാദിക്കുന്നത് ആസ് എ നാച്ചുറൽ മാൻ, ഒരു പ്രാകൃത മനുഷ്യനാണ്. അതായത് മനുഷ്യൻ്റെ ജന്മസിദ്ധമായ വാസനകളും ചോദനകളും എല്ലാം അവനെ നിയന്ത്രിക്കുന്നതായൊരു കാലം. അവൻ ചിലപ്പോൾ അശുദ്ധിയിലേക്ക് ഇറങ്ങിപ്പോകും. ശരീരത്തിൻ്റെ മോഹങ്ങളെ നിയന്ത്രിക്കാനാകാതെ അവൻ ചിലപ്പോൾ അശുദ്ധി അല്ലെങ്കിൽ ലൈംഗികമായ ദുഷ്കൃതങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിന്ന് വരും, മോഷ്ടിച്ചെന്ന് വരും. അല്ലെങ്കിൽ അവൻ്റെ കോപം നിയന്ത്രിക്കാനാകാതെ അവൻ അടിപിടിയോ അല്ലെങ്കിൽ അക്രമ സ്വഭാവങ്ങളോ ജീവിതത്തിൽ വന്നു എന്ന് വരും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ മദ്യപാനം തുടങ്ങിയെന്ന് വരും. പ്രിയപ്പെട്ടവർ, അങ്ങനെ ആ നൈസർഗികമായ വാസനകൾ, ജന്മസിദ്ധമായ വാസനകൾ അവനെ ഭരിക്കുന്ന ഒരു കാലം, ദ നാച്ചുറൽ മാൻ. ദൈവത്തിന് സ്തോത്രം. അത് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. റോമർ ലേഖനം 6-ാം അധ്യായം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ദാറ്റ്സ് എ കാർണൽ മാൻ എന്ന് വെച്ചാൽ അത് ഒരു ജഡീക മനുഷ്യനാണ്, ജഡം. ദൈവത്തിൻ്റെ സ്തോത്രം. ആ പ്രാകൃതമായ വാസനകളൊക്കെ മാറി ഒരു മാനസാന്തരം വന്നു. ഇനി മേലിൽ ഞാൻ വേണ്ടാത്ത മദ്യപാനത്തിലേക്കോ അശുദ്ധിയിലേക്കോ മ്ലേച്ഛ ചിത്രങ്ങളിലേക്കോ ഒന്നും പോകുകയില്ല തീരുമാനിച്ചു. ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കുകയില്ല തീരുമാനിച്ചു. ഞാൻ മോഷ്ടിക്കുകയില്ല തീരുമാനിച്ചു. അങ്ങനെ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തു. യേശുവിനോട് വാക്ക് പറഞ്ഞു, ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതൊരു കാർണൽ മാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ജഡീക മനുഷ്യൻ്റെ സ്വഭാവമായിരിക്കും അന്നേരം. എന്താണ് ജഡീക മനുഷ്യൻ്റെ സ്വഭാവം? അവൻ ഒരു മാനസാന്തരം ഉണ്ട്, ശരിയാണ്. പക്ഷേ അവനിൽ മയങ്ങിക്കിടക്കുന്നതായ, ഉറങ്ങിക്കിടക്കുന്നതായ പാപപ്രകൃതങ്ങളുണ്ട്. സ്വഭാവത്തിൽ ലയിച്ച് കിടക്കുന്ന പാപങ്ങൾ, ആ രക്തത്തിൽ ലയിച്ച് കിടക്കുന്ന ചില പാപങ്ങൾ. പ്രകടമായ പാപത്തിലേക്കില്ല. ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു,
അതോടുകൂടി എൻ്റെ ജീവിതത്തിലെ പ്രകടമായ പാപങ്ങളെല്ലാം പോയി, തെറിച്ചു പോയി. പിന്നെ അത് വന്നില്ല. അന്ന് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം എതിലേ പോയെന്ന് കണ്ടില്ല. ഒരു മനുഷ്യൻ പോലും എൻ്റെ മിണ്ടില്ലാത്ത അവസ്ഥയായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സ്റ്റേജുണ്ട്. അത് കഴിഞ്ഞു. പിന്നെ മുന്നോട്ട് പോകും തോറും ഈ പ്രകടമായ പാപങ്ങൾ നാം ഉപേക്ഷിച്ചു എങ്കിലും നമ്മുടെ ഉള്ളിൽ അതിനുള്ള ദാഹം കിടക്കുന്നു. എവിടെയോ ഒരു മോഹം മറഞ്ഞു കിടക്കുന്നു. വേണ്ടാത്ത കാര്യങ്ങൾ കാണാൻ ഉള്ളത്തിൽ നിന്നൊരു ആഗ്രഹം വരുന്നു. മ്ലേച്ഛമായ കാഴ്ചകൾ കാണുമ്പോൾ ഒരു ആകർഷണം വരുന്നു. രണ്ടാമത് നോക്കണമെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ആ ഉള്ളിൽ ആ ജഡത്തിൻ്റെ വാസന കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ പ്രകടമായ പാപത്തിൽ പോവുകയില്ല, പോകാൻ മടിയുണ്ട്. പക്ഷേ അവിടെ ഒരു വലിയ പോരാട്ടം ദൈവത്തിന്. അതാണ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അതുപോലെ കഠിനമായ കോപം വരുന്നു. ആ കോപത്തിൻ്റെ വാസന വരുന്നു. വീട്ടിൽ എനിക്കിഷ്ടമില്ലാത്തൊരു സാഹചര്യം വന്നു. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എൻ്റെ ഭാര്യയോ മക്കളോ ചെയ്യുന്നു. ഉടനെ പൊട്ടിത്തെറിക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് എന്നിൽ കിടക്കുന്ന പാപ സ്വഭാവമാണ്. അത് പുറത്തു വരാൻ തുടങ്ങുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്, ഒരു മാനസാന്തരം ഉള്ളതുകൊണ്ട്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് അവിടെ നമുക്ക് കിട്ടുന്നു. ഒരു അലാം ബെല്ല് അവിടെ മുഴങ്ങുന്നു. അപ്പോൾ നാം പാപത്തിൽ നിന്ന് പയ്യെ ഒഴിഞ്ഞു മാറി ഇന്ന് വരും. ദൈവത്തിന് സ്തോത്രം. സ്റ്റിൽ അവിടെ ആ വാസന അവിടെ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനോടുള്ള പോരാട്ടം, അതാണ് ആ 7-ാം അധ്യായത്തിൽ കാണുന്നതായ ദ കാർണൽ മാൻ, ജഡീക മനുഷ്യൻ, ജഡത്തോടുള്ള പോരാട്ടം, ജഡീക മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രകടമായ പാപങ്ങളില്ലെങ്കിലും ആന്തരികമായ ആ പാപപ്രകൃതങ്ങൾ അവിടെ കിടക്കുന്നു. ചിലപ്പോൾ അത് സ്വയമാകാം, എൻ്റെ സ്വയം. അത് ജീവിതത്തിൽ വാസ്തവം പറഞ്ഞാൽ മരണം വരെയും ആ പോരാട്ടം ഉണ്ടാകും. ഈ സ്വയത്തോടുള്ള പോരാട്ടം, സെൽഫ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അതിനുള്ള പോരാട്ടം വാസ്തവത്തിൽ ഏറ്റവും ഭയാനകമായ ഒരു പോരാട്ടമാണ് ജീവിതത്തിലുടനീളം. എത്ര ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയാൽ പോലും, ആത്മീയമായി എത്രമാത്രം മുന്നോട്ട് പോയാലും സ്വയത്തിൻ്റെ ആ വ്യാപാരം ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ നാം ഒരിക്കലും തോറ്റു കൊടുക്കാതിരിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതായ യേശുവുമായുള്ള സുദൃഢമായ ബന്ധം നമുക്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യം തരും. എപ്പോൾ പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്നാണ് നാം ഇരിക്കുന്നതെങ്കിൽ, അതാണ് നാം മുൻപ് കണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ആ ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻ, എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്. യേശു പ്രസാദിക്കുന്നുണ്ടോ? എന്നെ നോക്കി എൻ്റെ യേശു പ്രസാദിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ഓരോ ദിവസവും പരിശോധിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ പ്രഭാത സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിൻ്റെ പൊന്നുപാദത്തിൽ ഇരുന്നിട്ട് തകർന്ന ഹൃദയത്തോടെ, ദൈവമേ, ഞാൻ ആരാണ് ഒന്ന് പരിശോധിക്കണം. എൻ്റെ പ്രവണതകൾ എന്താണ്? ഞാൻ ഇന്നലെ ഒരു ദിവസം ഞാൻ എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം പാപം, എൻ്റെ യേശുവിൻ്റെ ഉള്ളം വേദനിപ്പിക്കുന്ന എത്രയോ ചിന്തകൾ കടന്നുപോയി, എത്രയോ വികാരങ്ങൾ കടന്നുപോയി. ദേഷ്യമാകട്ടെ, അല്ലെങ്കിൽ സെക്സ് ആകട്ടെ, അല്ലെങ്കിൽ എന്തെല്ലാം മലിനമായ കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ കോപമാകട്ടെ, ദൈവമേ, അല്ലെങ്കിൽ ദുരാഗ്രഹമാകട്ടെ, ഭൂമിയിൽ ഉന്നതനാകണമെന്നുള്ള ആഗ്രഹമാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം എന്നെ മാനിക്കണമെന്നുള്ള ആഗ്രഹമാകട്ടെ, എത്രയോ ആ ചിന്തകൾ എന്നിൽ കൂടെ കടന്നുപോയി. ആ ചിന്തകളുടെ ഫലമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ എന്നിൽ കൂടെ കടന്നുപോയി. യു ഷുഡ് എക്സാമിൻ യുവർ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്. പ്രവൃത്തികളും പ്രതികരണങ്ങളും പരിശോധിക്കണം. ഞാനൊന്നും ആയിട്ടില്ല, എൻ്റെ സ്വഭാവം മാറിയിട്ടില്ല, എൻ്റെ പ്രകൃതമൊന്നും മാറിയിട്ടില്ല എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിലിരുന്ന ഒരു റിട്രീറ്റ് ഓരോ ദിവസവും വേണമെന്ന് ഞാൻ പറയും. ഒരു റിട്രീറ്റ്, ഒരു സമയം കണ്ടുപിടിക്കണം. അതൊക്കെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ക്ലെയിംസും നമ്മുടെ അവകാശവാദങ്ങളും എല്ലാം, നമ്മുടെ പെറ്റീഷൻസ് എല്ലാം കർത്താവിന് കൊടുക്കുന്ന സമയമല്ല പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അതെല്ലാം കർത്താവിനറിയാം. മോനെ, നിനക്ക് പട്ടിണി കിടക്കാതെ നിനക്ക് ജീവിക്കണമെന്നും, നിൻ്റെ മക്കളെ വളർത്തണമെന്നും, വിദ്യാഭ്യാസം വേണമെന്നും, നിനക്കൊരു വരുമാന മാർഗം വേണമെന്നും, നിൻ്റെ രോഗം മാറണമെന്നും എല്ലാം കർത്താവിനറിയാം. ദൈവത്തിന് സ്തോത്രം. അത് ചോദിക്കും മുമ്പേ കർത്താവിനറിയാം. പക്ഷേ ചോദിക്കേണ്ട എന്നല്ല, അതിനു മുമ്പേ ചോദിക്കേണ്ട കാര്യമാണ്, കർത്താവേ, എൻ്റെ ഈ പ്രകൃതം ഒന്ന് മാറ്റി തന്നുമല്ലോ. എനിക്ക് ഈ ഭൂമിയിൽ നന്നായിട്ടൊക്കെ ജീവിച്ചു പോയാൽ പോരല്ലോ.
ഇതെല്ലാം മാറി ഈ ഭൂമിയിലങ്ങ് സുഖമായിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ പോരല്ലോ. കർത്താവേ, എനിക്ക് നിന്നോട് കൂടെ ജീവിച്ച്, നിന്നിൽ മരിച്ച്, യേശുവിൽ മരിച്ച്, യേശുവിനോടുകൂടെ സ്വർഗരാജ്യത്തിലേക്ക് ഇരിക്കണമല്ലോ. യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കണമല്ലോ. എനിക്കും വേണമല്ലോ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, എനിക്കും വേണമല്ലോ ഒരു നിത്യത. കർത്താവേ, അതിന് ഇന്നത്തെ എൻ്റെ പ്രകൃതം പറ്റിയില്ലല്ലോ. ദൈവമേ, എന്നിൽ വന്ന ഈ പാപങ്ങളെല്ലാം, ഈ പ്രകൃതങ്ങളെല്ലാം നീ കണ്ടു. ദൈവമേ, ഞാനിപ്പോൾ കണ്ണുനീരോടെ ആ തൃപ്പാദത്തിലിരുന്ന് ഞാൻ കരയുകയാണ്. എൻ്റെ കർത്താവേ, നിനക്ക് എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പറയണം പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ സ്തോത്രം. പൗലോസേ പറയും, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് എന്താണ്? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. റോമർ 8 കാണും. പ്രിയപ്പെട്ടവർ, എന്താണത്? നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്കൊരു പാപം വന്നു, ഒരു വീഴ്ച വന്നു, നിങ്ങൾ ഉടനെ നിരാശപ്പെട്ട് ഭയപ്പെട്ട് നിങ്ങൾ അങ്ങനെ തല കുമ്പിട്ട് നിരാശയിലേക്ക് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. നിങ്ങൾ ഒരു പാപം വന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട്, അയ്യോ ഞാൻ പാപത്തിൻ്റെ ദാസനായി പോയല്ലോ, ഞാൻ പിശാചിൻ്റെ ദാസനായി പോയല്ലോ, ഞാൻ അടിമത്തത്തിലായി പോയല്ലോ. വേണ്ട പ്രിയപ്പെട്ടവരെ, നിന്നെ വീണ്ടെടുക്കാൻ എൻ്റെ യേശു ജീവിക്കുന്നു. യേശുവിന് നിന്നോട് സ്നേഹം മാത്രമാണ്. അവൻ അപ്പനാണ്. അപ്പന് മക്കളോട് കരുണ പോലെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നും. അപ്പന് മക്കളോട് കരുണ തോന്നുമല്ലോ. 103-ാം സങ്കീർത്തനമല്ലേ, നമുക്ക് വായിക്കാം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് അതിൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. 103-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യമാണ് നാം വായിച്ചത്. 11-ാം വാക്യം മുതൽ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു നിശ്ചയം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നാം ഇത്രയേ ഉള്ളൂ എന്ന് ദൈവത്തിനറിയാം. നമ്മുടെ അല്പത്തരം ദൈവത്തിനറിയാം. നമ്മുടെ നിസ്സാരത കർത്താവിനറിയാം. നമ്മുടെ ബലഹീനത നമുക്ക് കർത്താവിനറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ഭയപ്പെടുകയല്ല വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം സ്നേഹമാണ്. ഈ ദൈവത്തിന് എന്നെ നന്നായി അറിയാം. അവനാണ് എന്നെ വിളിച്ചത്. അവനാണ് എനിക്കൊരു മാനസാന്തരം തന്നത്. അവനാണ് ഈ കാഴ്ചപ്പാട്, നിത്യതയിലേക്ക് ഒരു നിത്യജീവനുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും അല്ലെങ്കിൽ ഒരു ന്യായവിധി ഉണ്ടെന്നും ഒരു നരകമുണ്ടെന്നും എല്ലാം ഉള്ള കാര്യങ്ങൾ ഈ ദൈവത്തിൻ്റെ ആത്മാവാണ് എനിക്ക് ബോധ്യം തന്നത്. ആ അപ്പൻ എന്നോട് സ്നേഹമാണ്. ആരും നരകത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട എല്ലാവരും മാനസാന്തരപ്പെട്ട് നാം രക്ഷിക്കപ്പെടണമെന്ന് മാത്രമേ ദൈവത്തിന് ആഗ്രഹമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം അത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അത് നാം വിശ്വസിക്കണം. ആ സ്നേഹാർദ്രമായ ആ ഹൃദയം, എൻ്റെ ദൈവമേ, എന്നെ സ്നേഹിക്കുന്നതായ ഹൃദയം, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ ഹൃദയം, എനിക്ക് വേണ്ടി മരണം രുചി നോക്കിയതായ ഹൃദയം, എൻ്റെ കർത്താവേ, എനിക്ക് ആ ഹൃദയത്തോട്, ആ പൊന്നുമാറോട് പറ്റിച്ചേർന്ന് അങ്ങ് ഇരുന്നാൽ മതി കർത്താവേ. എൻ്റെ ഈ ലംഘനങ്ങളും പാവങ്ങളും എല്ലാം ഞാൻ നിന്നോട് ഏറ്റു പറയുകയാണ്. വന്നുപോയി കർത്താവേ, ക്ഷമിക്കണമേ. അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി. നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പാ, നിൻ്റെ ഭവനത്തിൽ ഒരു കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ ആക്കണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. മടിയനായ പുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ വന്ന് യാചിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു യാചന, അങ്ങനെ ഒരു നിലവിളി, അതാണ് നമ്മുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകേണ്ടതുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അനുദപിക്കുന്ന ഹൃദയം, അത് തകർന്ന ഹൃദയം, ദൈവത്തിന് സ്തോത്രം. അതൊരു ശുദ്ധ ഹൃദയത്തിൻ്റെ ലക്ഷണമാണ്. ഹൃദയം തകരാൻ തുടങ്ങും. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പ്രാകൃത മനുഷ്യൻ, ഒരു കാർണൽ മാൻ, ഒരു ജഡീക മനുഷ്യനാകുന്നു. ജഡീക മനുഷ്യൻ പിന്നെ എന്താകുന്നു? ഹി ബിക്കംസ് എ സ്പിരിച്വൽ മാൻ. ആത്മീയ മനുഷ്യൻ. റോമർ ലേഖനം 8-ാം അധ്യായത്തിലാണ് ഈ ജഡീക മനുഷ്യൻ എന്നുള്ളതായ ആ അവസ്ഥയിൽ നിന്ന് ഒരു സ്പിരിച്വൽ മാൻ അല്ലെങ്കിൽ ആത്മീയൻ എന്നുള്ളതായ അവസ്ഥയിലേക്കുള്ള ആ മാറ്റത്തെക്കുറിച്ചാണ് റോമർ ലേഖനം 6-ാം അധ്യായം വായിക്കുക. 6-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ.
റോമർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്കന്ന് എന്തോ ഒരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. പ്രാകൃത മനുഷ്യൻ്റെ അവസ്ഥയാണത്. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ, ആ പഴയ ജീവിതം ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അവസാനം എന്തായിരിക്കും? അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. എൻ്റെ ദൈവമേ, ഈ നിത്യജീവൻ്റെ അവകാശം ഒരു മാനസാന്തരം ദൈവം കൃപയാൽ തന്നു. എൻ്റെ കർത്താവിൻ്റെ ദാനം, ദൈവത്തിന് സ്തോത്രം. എനിക്കതിന് അവസരം കർത്താവ് തന്നല്ലോ. ദൈവമേ, അതിനു പറ്റിയ ആത്മാവിൻ്റെ വചനവും ആത്മാവിൻ്റെ ശുശ്രൂഷയുള്ള കൂട്ടായ്മയും അതിനുള്ളതായ ആത്മനിറവുള്ള ദൈവദാസനെയും എല്ലാം തന്നല്ലോ. കർത്താവേ, നിൻ്റെ സ്നേഹമല്ലേ എന്നെയും നീ കണ്ടല്ലോ, വിളിച്ചല്ലോ. നിൻ്റെ ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ രക്ഷയിലേക്ക് എന്നെ നീ കണ്ടു വിളിച്ചു. കർത്താവെ, മുന്നമേ നിയമിച്ചു, മുന്നമേ നീ എന്നെ തിരഞ്ഞെടുത്തു. കർത്താവെ, എന്നെ നീതീകരിച്ചു. എന്നെ നീ ഇപ്പോൾ തേജസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നല്ലോ. കർത്താവെ, എല്ലാം നിൻ്റെ സ്നേഹം, അതിനായി എന്നെ തിരഞ്ഞെടുത്തു. അതിൻ്റെ അന്തം എന്താണ്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ഇങ്ങനെ ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ കൂടെ പിന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ അന്തമാണ് നിത്യജീവൻ. ചെന്ന് അവസാനിക്കുന്നത് നിത്യജീവൻ, സ്വർഗരാജ്യത്തിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ദൈവത്തിൻ്റെ കൃപാവരം. ദൈവമേ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ആ മരണത്തിന് ഞാൻ ഒരിക്കലും അധീനനായി പോകാതെ, ഞാൻ നിത്യനാശത്തിലേക്ക് പോകാതെ, ദൈവമേ, ഞാൻ നിത്യമായ തീജ്വാലയിലേക്ക് പോകാതെ, നിത്യനരകത്തിൻ്റെ തീജ്വാലയിലേക്ക് ഞാൻ പോകാതെ, കർത്താവേ, എന്നെ നിത്യജീവന് വേണ്ടി നീ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ കൃപ, ദൈവമേ, ആ മഹാകൃപ, ആ കൃപാവരമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം തുള്ളിച്ചാടുന്നുണ്ടോ? യേശു നിങ്ങളെ സ്നേഹിച്ച വിധം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, നാം ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ, ഈ നിത്യജീവന് നാം സുപ്രീം പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് ഗോകുൽത്തായിലേക്ക് ഉയരണം. സ്വർഗീയമായ ആ വലിയ ബലിവേദിയിലേക്ക് ഉയരണം. കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടതായ എൻ്റെ പ്രാണപ്രിയനായ യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കണം. അവൻ തനിക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സന്തോഷമോർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സന്തോഷം ഏതാണ്? എന്നെ തന്നോടുകൂടെ സ്വർഗരാജ്യത്തിലിരുത്തുന്നതായ സന്തോഷം. മോനെ, നിന്നെ കണ്ടുകൊണ്ട് അവൻ സന്തോഷത്തോടെയാണ് ക്രൂശ് വഹിച്ചത്. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അവൻ ക്രൂശിനെ സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മെശിഹാ തമ്പുരാൻ, ഇപ്പോൾ മെശിഹാ തമ്പുരാൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ആ ക്രൂശിച്ചവരുടെ രക്തം പിതാവിൻ്റെ സന്നിധിയിൽ കാണിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് പക്ഷപാതം ചെയ്യുന്നു. നിങ്ങൾ യേശുവിനെ വിളിക്കാറുണ്ടോ? യേശുവിനെ വിളിച്ച് ഈ നിൻ്റെ പാവങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ഒന്ന് വണങ്ങാം, നമുക്കൊന്ന് ധ്യാനിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പാവം വന്നു കർത്താവേ. ഈ പാപത്തിൻ്റെ എല്ലാം ഫലമാണല്ലോ നീ ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നത്. നീ അനുഭവിച്ച മുഴുവൻ വേദനയും, നീ അനുഭവിച്ച മുഴുവൻ പരിഹാസവും, കർത്താവെ, അടിയും നിന്നയും തൊഴിയും, ദൈവമേ കർത്താവെ, ചമ്മട്ടി കൊണ്ടുള്ള അടിയും തുപ്പലും പരിഹാസവും എല്ലാം എൻ്റെ കർത്താവേ നീ എനിക്ക് വേണ്ടി സഹിച്ചു. യേശുവേ, എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഞാനാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിരന്തരം വന്നു പോയതായ അസംഖ്യങ്ങളായ എൻ്റെ സകല മഹാപാപങ്ങളിപ്പോൾ തിരുമുമ്പാകെ ഞാൻ ഏറ്റുപറയുന്നു. അപ്പാ, എന്നോട് മനസ്സലിയണമേ. എൻ്റെ പാപങ്ങളെല്ലാം ക്രൂശിൻ ചുവട്ടിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ആ പാപിനിയായ സ്ത്രീയെ അവളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കണ്ണുനീരുകൊണ്ട് കഴിയതായ പൊന്നു തൃപ്പാദം, ഇപ്പോൾ ആണിപ്പാടുള്ള പൊന്നു തൃപ്പാദം കർത്താവേ, ഞാനിപ്പോൾ ഒന്ന് ചുംബിക്കട്ടെ കർത്താവേ. എൻ്റെ പാപം നിറഞ്ഞതായി ആളത്ത് അവിടെ സമർപ്പിക്കട്ടെ കർത്താവേ. എന്നോട് മനസ്സലിയണമേ കർത്താവേ. ആണിപ്പാടുള്ള കരം ഇപ്പോൾ അപ്പാ എന്നെ നേരെ ഒന്ന് നീട്ടാമോ? നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരേ. യേശുവേ, ആണിപ്പാടുള്ള കരം ഒന്ന് നീട്ടി എൻ്റെ ശിരസിലൊന്ന് വെക്കണമേ കർത്താവേ. ആ തൃക്കരവന്യം തൊടണമേ കർത്താവേ. ഒരു തുള്ളി രക്തം കർത്താവേ, ആ തിരുരക്തം ഇപ്പോൾ, ആ ചങ്കുപൊട്ടി ഒഴുകിയ തിരുരക്തം ഒരു തുള്ളി എൻ്റെ മേലൊന്ന് വീഴിക്കണമേ. എന്നെ സമൂലം ഒന്ന്
കഴുകണമേ കർത്താവേ. എൻ്റെ ആന്തരികമായ ഓരോ സെല്ലുകളിൽ കൂടെ, ഓരോ കോശത്തിൽ കൂടെ കർത്താവേ ആ തിരുരക്തം വ്യാപരിക്കണമേ. എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ബന്ധനങ്ങൾ അഴിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, തീയായി എന്നിലേക്ക് ഇറങ്ങി വന്ന് എന്നെ കത്ത് പിടിപ്പിക്കണമേ. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഉള്ളം കത്തി ജ്വലിപ്പിക്കണമേ കർത്താവേ. എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭാര്യയെയും മക്കളെയും എൻ്റെ ഭർത്താവിനെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ. ഈ കൂസൻ ചൂട്ടിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണമേ. ഒരു മാനസാന്തര അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കൃപ തരണമേ. ശുദ്ധഹൃദയത്തോടെ എൻ്റെ അപ്പനെ സ്തുതിക്കുവാൻ, നിത്യതയിൽ എൻ്റെ അപ്പനോടൊത്തിരിപ്പാൻ, ദൈവമേ മാലാഖമാരോടൊത്തിനെ സ്തുതിപ്പാനുള്ള ആ സ്വർഗീയമായ ഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമള്ളുമാറാകണമേ. ആമീൻ.